ഹലോ, വെൽക്കം ബാക്ക് ടു ഗൗരി കൃഷ്ണൻ ഒഫീഷ്യൽ. കുറച്ചൊരു ഗ്യാപ്പ് വന്നു കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടയ്ക്കൊന്ന് നോർത്തൊക്കെ പോയത് കറങ്ങി വന്നതുകൊണ്ട് പിന്നെ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു ചെയ്ത് തീർക്കാനൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയതേ ഉള്ളൂ. പിന്നെ ആ പോയതൊക്കെ ഞാൻ വ്ലോഗാക്കിയിട്ടുണ്ട്, പുറകെ ഇടാവേ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ പൊങ്കാലയുടെ ഒരു കുഞ്ഞു വ്ലോഗാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. കുറച്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് വീഡിയോ ആയിട്ട് അങ്ങനെ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ രാവിലെ പൊങ്കാല അടുപ്പൊക്കെ റെഡിയാക്കി ഭഗവതിയുടെ പടമൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറ്റുകാലമ്മയുടെ ഒരു കുഞ്ഞു ഫോട്ടോ ഒക്കെ വെച്ച് പൂവൊക്കെ ഇട്ട് നമുക്ക് പറ്റുന്ന പോലെ ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച് നമുക്ക് വെള്ളി വിളക്ക് നെയ്യുമാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ചത്. ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ കുടിയിരുത്തിയാണ് നമ്മളിന്ന് പൊങ്കാല ഇടാൻ തുടങ്ങിയത്. എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നത് കൊച്ചച്ഛനാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുക്കുട്ടൻ പൂവും മാലയൊക്കെ ആയിട്ട് എത്തിയിരുന്നു. കറക്റ്റ് ടൈമിലെത്തി. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ മാലയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് ഒരുക്കി ഗണപതിക്കും വെച്ചിട്ടാണ് നമ്മൾ പൊങ്കാല അടുപ്പ് കത്തിച്ചത്.
അരി തിളയ്ക്കുന്ന സമയം കൊണ്ടാണ് നമ്മൾ സാധാരണ പായസത്തിലിടാനുള്ള പഴവും ശർക്കരയും മുന്തിരിങ്ങയും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അമ്മ പ്രത്യേകം നിങ്ങളോട് പറയാൻ പറഞ്ഞു കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം കമൻ്റ് ഇട്ട ആൾക്കാരോട് ഇപ്രാവശ്യം അമ്മ ചെരുപ്പിടാതെയാണ് പൊങ്കാല ഇട്ടിരിക്കുന്നതെന്ന് പ്രത്യേകം ക്ലോസപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ട് ഇതാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മമ്മടുത്തേക്ക് വരാൻ പറഞ്ഞു കാല കാണാതെ. അമ്മ വരാന്ന് എൻ്റെ പൊങ്കാല കുറച്ച് നേരത്തെ റെഡിയായി. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറക്കി വെച്ച് പൂവെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്രാവശ്യം വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നി കേട്ടോ. സാധാരണ ചില വർഷങ്ങളിൽ പൊങ്കാല ഇടുമ്പോൾ നമുക്ക് ചെറിയ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്രാവശ്യം എല്ലാം വളരെ സ്മൂത്തായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് ഒരു പ്രത്യേക പോസിറ്റീവ്സും ഇപ്രാവശ്യത്തെ പൊങ്കാലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞ് ഇതൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഹാപ്പി പൊങ്കാല.